കാട്ടുപോത്തിന് ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ നോക്കിയത്. അടിപൊളി, എന്താ രസമല്ലേ. കല തന്നെയാണല്ലേ ഇത്. നല്ല അടിപൊളി സൈറ്റിങ്. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ഗ്രീൻ വാക്ക് എന്ന് പറഞ്ഞൊരു ട്രെക്കിംഗ് പ്രോഗ്രാമിൻ്റെ വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഗ്രീൻ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് തേക്കടിയിലോട്ട് ബോട്ടിങ്ങിന് പോകുന്നതിൻ്റെ ബസ് സ്റ്റോപ്പും അതുപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയതിൻ്റെ അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രീൻ വാക്കിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ നെയിമൊക്കെ എൻട്രി ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തൊട്ടടുത്ത് നോക്കിയൊരു മലയണ്ണാൻ ആ മരത്തേൽ എന്താ രസമല്ലേ. ആ ഇല തിന്നുന്ന തോന്നുന്നല്ലേ, അതിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ. തളിർത്തല്ലേ അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രീൻ വാക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ശ്രീനിവാസൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക്? കിലോമീറ്റർ സമയം 2.5 മണിക്കൂറാണ്. അങ്ങനെ കിലോമീറ്റർ ഇല്ല. നടക്കുന്ന പോലെ. സൈറ്റിങ്ങിന് ചാൻസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ മഴ പെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാം ലക്കാണ്. ട്രെക്കിങ്, കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ലക്കിൻ്റെ മലയാണ്. കിട്ടിയാൽ കിട്ടി. മഴക്കാലമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതിനെ തന്നെ നോക്കി പച്ചപ്പ് നോക്കിയാൽ എന്താ രസമല്ലേ. ഇതുപോലെ കുറ്റിക്കാടുകളുടെ ഇടയ്ക്കിലൂടെയൊക്കെയാണ് കേട്ടോ നമുക്ക് ട്രെക്കിംഗ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊരു പേടിയൊക്കെ ആവും നമുക്ക് പോകുമ്പോൾ. ഈ കാടിനുള്ളിൽ തന്നെ കടുവയടക്കം പാട്ടുപോത്ത്, കരടി, മാന എല്ലാ മൃഗങ്ങളുള്ളൊരു സ്ഥലമാണെന്ന് ഓർക്കണം. ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ ട്രെക്കിങ്. കല തന്നെയാണല്ലേ. ശരിക്കും ജർമ്മൻ തന്നെ അവരാ ഇതുണ്ടല്ലോ, വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടൽ ലൈൻസ് എല്ലാം കറക്റ്റ് ഷേപ്പ് ആയിരിക്കും. അതിന്റെ സൈസ് ഫീമെയിലാ, വലിപ്പമുള്ളതല്ല ഫീമെയിൽ അല്ലേ. മെയിൽ എപ്പോഴും ചെറുതായിരിക്കും, തീരെ ചെറുതായിരിക്കും. പിന്നെ വേറെ പ്രത്യേകിച്ചാല് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരി അദ്ദേഹത്തിന് തിന്നും. അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ ഇതാ തൊട്ടടുത്തൊരു കാട്ടി അല്ലെങ്കിൽ നമ്മൾ കാട്ടുപോത്തെന്ന് പറയുന്നുണ്ട്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണിത്. ചെറിയൊരു കുഞ്ഞും അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. ആണിന് കറുത്ത കളറും അതുപോലെ കുഞ്ഞുങ്ങൾക്കും പെണ്ണിനും കാപ്പി കളറുമാണ് ഇതിൻ്റെ കളറ്. അടിപൊളി. ഇത്ര അടുത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ഓരോ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ പോകണ്ടേ. ആ കാട്ടുപോത്തിൻ്റെ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിരുന്നു കേട്ടോ. അത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെയൊക്കെ കാണാനായിട്ട് പറ്റിയത്. അങ്ങനെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ സാമ്പാർ ഡിയറിൻ്റെ ഒരു ഇത് കണ്ടു കേട്ടോ, മൂവ്മെൻറ്റ്സ് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ശ്രദ്ധിച്ച് ക്യാമറ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇത് ആൾ നോക്കി ഇങ്ങോട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സാമ്പാർ ഡിയർ പൊതുവേ നമുക്ക് അധികം സൈറ്റിംഗ് ഒന്നും തരാറില്ല, അധികം നേരം നമുക്ക് തരാറില്ല. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അന്നേരം തന്നെ അതങ്ങോട്ട് ഓടും. എന്താണെങ്കിലും ഒച്ചയിടാണ്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് പോയി നോക്കിയാന്ന് വെച്ചു. അത് ആൾ അലർട്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കേട്ടതാണ് കേട്ടോ അലാം കോൾ. ആനിമൽസ് സിഗ്നൽ കൊടുക്കുന്നതാണ് എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ. എന്താ സൗണ്ട് അല്ലേ. എന്നാണെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് അലാം കോള്, സാമ്പാടിയറിൻ്റെ അലാം കോള് കേൾക്കാനായിട്ട് പറ്റിയിട്ടോ. അങ്ങനെ അവിടെ നിങ്ങൾ മുന്നോട്ട് നോക്കിയപ്പോൾ നോക്കിയ ഒരു കാട്ടിലെ വൈൽഡ് കോട്ടൺ ട്രീ ആണ് കേട്ടോ. എന്ത് വലിപ്പമുള്ള, എന്ത് ഹൈറ്റാന്ന് നോക്കിയാൽ അതിൻ്റെ. എത്രയാ തേനീച്ചക്കൂട്ടം അല്ലേ ഒരു മരത്തിൻ്റെ ഏകരത്തേൽ. പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഗ്രീൻ വാക്കാണ്. അതുകൊണ്ട് തന്നെ നോക്കി ഫുള്ള് പച്ചപ്പ്, കാടൊക്കെ എന്ത് രസമല്ലേ. അതാ വീണ്ടും സാമ്പാടിയറിൻ്റെ അലാം കോള് നമുക്ക് കാണാൻ പോലും പറ്റിയില്ല കേട്ടോ. ഇതിൽ എവിടെ നമ്മുടെ ശബ്ദം കേട്ടിട്ടായിരിക്കാം ഒരു പക്ഷേ. എന്തൊക്കെയാണെങ്കിലും ഈ കാട്ടിനുള്ളിലൂടെയുള്ള ഈ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. വൈൽഡ് കോട്ടൺ ട്രീ ആണ് കേട്ടോ, ഇലവ് എന്ന് പറയും. ഇത് നോക്കി എന്താ ഹൈറ്റ് അല്ലേ. അങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ.
കാട്ടുപോത്ത് കേട്ടോ, ഇഷ്ടം പോലെ കാട്ടുപോത്ത്. കാട്ടുപോത്തിന് ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. നോക്കി എത്ര എണ്ണാണ്, ഇഷ്ടം പോലെ കാട്ടുപോത്ത്. 10 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. 10 മീറ്റർ. അടിപൊളി. ചെളിയാന്ന് തോന്നല്ലേ, ചെളിക്കകത്ത് കിടക്കുക. ഒരു കുഞ്ഞുണ്ട് കേട്ടോ, ഒരു കുഞ്ഞിതുണ്ട് കിടക്കുന്നേ. അല്ല നിൽക്കുകയെന്ന് തോന്നുന്നു. ആ കറുത്ത് കാണുമ്പോഴത്തല്ലേ മസിലൻ. അവൻ ഡേഞ്ചറായിരിക്കില്ലേ, ഡേഞ്ചറായിരിക്കില്ല. ഇഷ്ടം പോലെ കാട്ടുപോത്ത്. നല്ല അടിപൊളി സൈറ്റിങ്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നോക്കിയേ. എൻ്റെ പൊന്നെ. തൊട്ടടുത്ത് കേട്ടോ, സൂപ്പർ. എന്നിട്ട് ഞാൻ ഓടിച്ചു. ആണോ? ഓടിക്കട്ടെ. പോത്ത് ഓടിച്ചോ? ആ ആണോ? പിന്നെ പുറകെ വരുമോ? പിന്നെ കുറേ ഞങ്ങൾ ഓടി അല്ല പറയും പറഞ്ഞു ഞങ്ങൾ. ആ നല്ല സ്പീഡുണ്ടാവും. നമ്മൾ ഓടി എന്താ പറയുക, ഓടി ഒന്നേ കിടക്കുക അല്ലെങ്കിൽ മറ്റൊന്നും അറിയാം. കിടന്നു കഴിഞ്ഞാലോ? കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുത്താൻ പറ്റത്തില്ലോ. ചവിട്ടൂലേ? ചവിട്ടും. കുത്തിക്കൊന്നതിനേക്കാളും ഭേദമല്ലേ ചവിട്ടിച്ചാവുന്നല്ലേ. ചിലപ്പോൾ അത് തന്നെ പേടിച്ച് പോവുകയും ചെയ്യായിരിക്കും. മീറ്റിംഗ് ആണ്. അത് അത് പക്ഷെ ചെറുതാ, തമാശ കളിക്കുന്ന. എനിക്ക് കാട്ടിലെ പൂ എന്ത് രസമല്ലേ. തെളിവുള്ള ഒരു മരത്തിൻ്റെ മേലെ വേറൊരു മരം. നമുക്ക് ആക്ച്വലി പോകേണ്ടത് ആ വഴിയായിരുന്നു. ഇതിപ്പോൾ ആ മുകളിലും കാട്ടുപോത്തുണ്ട്, താഴെ സൈഡിലും കാട്ടുപോത്തുള്ളതിനാൽ വഴി മാറിപ്പോവാട്ടോ. ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ കാട്ടുപോത്തുണ്ട്. മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി. സാധാരണ നല്ല ഹൈറ്റുള്ള മരത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തൊക്കെയാണെങ്കിലും ഇത്രയൊന്നും കാണാൻ പറ്റിയല്ലോ. ഇങ്ങനത്തെ മലമുഴക്കി വേഴാമ്പലിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിന് മുന്നേ കോഴി വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടെങ്കിലും മലമുഴക്കി വേഴാമ്പലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തോ ടേസ്റ്റ് ഉണ്ടോ അതിന്? അതാ ഇതിൻ്റെ ഈ തളിർത്ത ഇലകളല്ലേ അതിൻ്റെ അല്ലേ? പിന്നെ ഫ്രൂട്ട്സും അല്ലേ? മലബാർ ഗ്രീൻ പിറ്റ് വൈപ്പർ അല്ലേ? എന്തോ എന്തോ സാധനം ഉണ്ട് കേട്ടോ വയറ്റില്. വരൂല്ലേ ഇത്? ആ ഇപ്പോഴാണ് അതിൻ്റെ തലയുടെ ഷേപ്പ് മനസ്സിലായി, വൈപ്പറിൻ്റെ. തല ഇങ്ങോട്ടാണ് നോക്കുന്നുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ മൊത്തം ചന്ദനമരങ്ങളാണ് കേട്ടോ. ഈ ചന്ദനമരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ കുറേ നേരം ട്രെക്കിംഗ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ എക്കോ ടൂറിസം പദ്ധതി വന്നത് തന്നെ ഈ ചന്ദനമരങ്ങളുടെയും കാടിൻ്റെയും വൈൽഡ് ആനിമൽസിൻ്റെയും എല്ലാം കള്ളന്മാരിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താ പറയുക, പെട്രോളിംഗ് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം. ഇതുണ്ട് 115ാമത്തെ നമ്പറാണ് കേട്ടോ ഈ ചന്ദനമരത്തിന്. ഓരോ ചന്ദനമരങ്ങൾക്കും നമ്പറുണ്ട്, എണ്ണമുണ്ടെന്നുള്ളതാണ്.
പെരിയ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ഈ ഗ്രീൻ വാക്ക് എന്ന് പറഞ്ഞ ഈ ട്രെക്കിംഗ് പ്രോഗ്രാം 2.5 മണിക്കൂറത്തെ ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. നല്ല അടിപൊളി കാടിൻ്റെ ആംബിയൻസിൽ കാടിനുള്ളിലൂടെ ട്രെക്ക് ചെയ്ത് വൈൽഡ് ആനിമൽസിനെയൊക്കെ തൊട്ട് അടുത്ത് നമുക്ക് കാണാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഗ്രീൻ വാക്ക് എന്ന് പറഞ്ഞൊരു ഈ പ്രോഗ്രാം കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമും കൂടിയാണ്. 400 രൂപയാണ് പെർ ഹെഡിന് നമുക്ക് വരുന്നത് ഈ 2.5 മണിക്കൂറിലെ ട്രെക്കിംഗ് പ്രോഗ്രാമിൽ. ബാക്കിയുള്ള മിക്കവാറും ട്രെക്കിംഗ് പ്രോഗ്രാമുകളും പെരിയ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള പ്രോഗ്രാംസിനൊക്കെ എല്ലാവരും പറയാറുണ്ട് കുറച്ച് പൈസ കൂടുതലാണെന്നുള്ളൂ കേട്ടോ. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വെറും 400 രൂപയെ വരുന്നുള്ളൂ. അത് 2.5 മണിക്കൂർ കൊടും കാട്ടിലൂടെ അടിപൊളിയായിട്ട് നമുക്ക് ട്രെക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീൻ വാക്ക് എന്നുള്ള ഈ ട്രെക്കിംഗ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് പെരിയ ടൈഗർ റിസർവ്.org എന്ന സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ തൊട്ടുള്ള 2.5 മണിക്കൂറുള്ള ചില ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈവനിങ്ങിൽ 2:30 ഉള്ള ആ ടൈമിംഗ് ആണ് ചെയ്തത്. 2:30 to 5 മണി എന്നുള്ള ആ ട്രെക്കിംഗ് പ്രോഗ്രാമായിരുന്നു ചെയ്തത്. അവനൊന്ന് നോക്കി പ്രശ്നമില്ലെന്ന് തോന്നിയോണ്ട് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഉറുമ്പാണല്ലേ, പറക്കുന്ന ഉറുമ്പ്. കൂടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു പ്രത്യേക രീതിയിലല്ലേ. അവരുടെ വായിൽ നിന്ന് സലക വെച്ചിട്ടാണ് കൂട് ഉണ്ടാക്കുന്നത്. അതിനകത്തും തേനീച്ചയുടെ നമ്മുടെ ഈ തേൻ നിറയ്ക്കുന്ന ഹോൾ ഉണ്ടല്ലോ, അതുപോലുള്ള കുറെ ക്യൂബ് ഈ സംഭവം കാണാം. ഓഹോ. ആനശല്യം നല്ല ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 24 hours ഡ്യൂട്ടിക്കാരുണ്ടാവും ഈ കാടിൻ്റെ ഉള്ളിൽ ചന്ദനമരങ്ങളുടെ പ്രൊട്ടക്ഷനും മറ്റുമായിട്ട്. വീഡിയോയുടെ ബൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.